രതി, ആത്മരതി, ഹതാശരതി, പലവിധ കാലുഷ്യങ്ങൾ. ഇത് നാലുമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഫേസ്ബുക്ക് ലോകത്തിന് നമ്മൾ ഈ 4 വാക്കുകളിലേക്ക് കുറക്കാൻ പറ്റും. വലിയ പുസ്തകം മുഴുവൻ വായിക്കാണ്ട തന്നെ റൂമിയുടെ 1-2 വരികൾ പലപ്പോഴും ഒരാൾക്ക് ആവശ്യമുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള സകല സാരാംശത്തെയും ആറ്റിക്കുറുക്കി കൊടുക്കുന്നുണ്ടെന്നാണ്. അതായത് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ജലാലുദ്ദീൻ റൂമി ജെൻസിയോട് സംവദിക്കുന്നുണ്ടെന്നാണ്. എൻ്റെ മനസ്സിൽ ഇന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മിച്ചെടുക്കാനാവുന്ന മണം എന്ന് പറയുന്നത് മുടി കത്തുന്ന മണമാണ്. അപ്പം അതിനൊരു പ്രത്യേക മണമുണ്ട്, മുടി കത്തുന്ന മണം. ഞാൻ 7ാം ക്ലാസ്സിന് ശേഷം ഒരിക്കൽ പോലും മുടി കത്തുന്ന മണം പിന്നെ അനുഭവിച്ചിട്ടില്ല. നമ്മൾ ഈ കുട്ടികൾ ഇപ്പോഴത്തെ ഒരു 20, 25, 26 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഒരേ സമയത്ത് കേരളത്തിലും അതേ സമയത്ത് ലോകത്തോളം വളർന്നു ജീവിക്കുന്നവരാണ്. നമ്മൾക്കൊന്നും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള മതത്തിൻ്റെയും ജാതിയുടെയും വംശത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒക്കെ പേരിലുള്ള അന്ധമായ കാലുഷ്യങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ അവരിൽ കുറയുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വൈകുന്നേരം ഇത്തരം ചർച്ചകളിൽ വന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാണ്ഡിത്യം കൊണ്ടും രചന കൊണ്ടും സാന്നിധ്യം കൊണ്ടും അവരുടെ വ്യക്തിത്വത്തെ ജനങ്ങളിൽ ബോധ്യപ്പെടുത്തിയ ആളുകളായിരുന്നു ഈ ചർച്ചയിൽ വന്നിരുന്നത്. ഇതിൻ്റെ അധപ്പതനം അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം അതേ കസേരകളിൽ ആരിയ്ക്കുന്നു എന്നുള്ളതും അത്തരം ചർച്ചകൾ അന്ന് നയിച്ചിരുന്നവരും ഇന്ന് നയിച്ചിരുന്നവരും ആരാണെന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ അടുത്ത് കേട്ട രസമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സുഹൃത്ത് എൻ്റെ മോള് എവിടെ ഒരു പാർട്ടിക്ക് പോവാണ് വൈകുന്നേരം. അപ്പോൾ എവിടേക്കാ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അവളുടെ ഒരു ബ്രേക്കപ്പ് പാർട്ടി ഉണ്ട്, അതിന് പോവുകയാണ്. ബ്രേക്കപ്പ് പാർട്ടി അതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അല്ല, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ കഴിഞ്ഞ ആഴ്ച ബ്രേക്കപ്പായി, അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞൊരു സാധനം. അതായത് അതിനർത്ഥം അവർക്ക് ഹൃദയമില്ല എന്നല്ല. പണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ചങ്ങമ്പുഴയാവുന്നതിന് പകരം അവരുടേതായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ളൊരു വഴികൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ അർത്ഥത്തിൽ അങ്ങേയറ്റത്തെ ക്രിയേറ്റിവിറ്റി അവർ ജീവിതത്തിൽ പുറത്തു. നമ്മളൊക്കെ ജനിച്ചു വളർന്നപ്പം നമ്മൾ എന്തെങ്കിലും നിലക്ക് നമ്മുടെ ജീവിതത്തിലോ കാഴ്ചപ്പാടിലോ രീതികളിലോ ക്രിയേറ്റീവ് ആകാൻ ശ്രമിക്കുമ്പോൾ മുതിർന്നവർക്ക് നമ്മളെക്കുറിച്ച് ബേജാറാവാൻ തുടങ്ങും. ഇവൻ വഴി തെറ്റാൻ പോവുകയാണ്, ഇവൻ ശരിയല്ല എന്നൊരു തോന്നൽ വരും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്നെ ഒരു ഓട്ടോണമിയിൽ അങ്ങേയറ്റം ഊന്നുന്നവരാണ്. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരസ്പരം മാറ്റാൻ ശ്രമിക്കാത്തവരുമാണ്. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നന്നാക്കുക എന്ന് പറഞ്ഞ ഒരു മെയിൻ അജണ്ട ആയിരുന്നു എല്ലാവർക്കും. അല്ല, എല്ലാവരെയും നന്നാക്കുന്ന ഒരു കാലമായിരുന്നു. കുറച്ചുകൂടി പല നിലക്കുള്ള അഭിരുചികളെയും ജീവിത രീതികളെയും പ്രവണതകളെയും ഒക്കെ അംഗീകരിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അതിനുള്ളൊരു സന്നദ്ധത ഈ തലമുറക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സെൽഫ് ലവ് അത് കുറച്ച് ഓവറാകുന്നുണ്ടോ എന്നും പലരും ആശങ്കിക്കുന്നുണ്ട്. അത് സെൽഫ് ലവിന്റെ അങ്ങേയറ്റം പോകുമ്പോൾ സാർത്ഥതയിലേക്ക് എത്തുമെന്ന് തോന്നുന്നു. അത് തീരെ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു എന്താ പറയുക, ഒരു വരൾച്ചയാണല്ലോ സത്യത്തിൽ. നമ്മുടെയൊക്കെ ഒരു തലമുറയിൽ, പഴയ തലമുറയിലുള്ള ആളുകൾ ഈ സ്വന്തത്തെ സ്നേഹിക്കുക, ബാക്കിയുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ജീവിതത്തെ അതൊരു ഭയങ്കര ആദർശവൽക്കരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സ്വന്തം ഉരുകി തീർന്നിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആദർശമായി കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അല്ലാതെ ആദർശവൽക്കരിക്കുന്ന സാഹിത്യവും കവിതയും ഒക്കെ ആയിരുന്നു. ONVയുടെ എന്താണ് മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സൂര്യ എന്നൊക്കെ പറഞ്ഞ അല്ലെ, സൂര്യ എന്നൊക്കെ പറഞ്ഞ ആ ഒരു നിലക്കുള്ള അതിനെ കാൽപ്പനികവൽക്കരിക്കുകയും ആദർശവൽക്കരിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് നമ്മൾ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം എനിക്ക് എന്നോട് സ്നേഹം വേണം. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പലപ്പോഴും ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ഞാനധികം നോക്കാറില്ലെങ്കിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം കല്ലി വരുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ആത്മരതിയുടെ ഒരു തരം ഭയങ്കരമായ വിസ്ഫോടനം തന്നെ നമുക്ക് ഇവരുടെ ഒരു സ്വയം പ്രദർശനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിധി എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അത് അവരുടെ കാലമാണ്, അവരുടെ രീതികളാണ്, നമ്മുടേതല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തെ എങ്ങനെ, നമ്മുടെ പാരൻസും ശ്രമിച്ചത് അത് തന്നെ, അവരുടെ കാലത്തിൽ എങ്ങനെ ലോകത്തെ പിടിച്ചു നിർത്താമെന്ന് അവർ ശ്രമിച്ചു. ഇപ്പം നമുക്കൊക്കെ പ്രായമായി തുടങ്ങുമ്പോൾ നമ്മളും വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കാലത്തിൽ ലോകത്തെ പിടിച്ചു നിർത്താന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് ചെയ്യാതെ അവരുടെ രീതികൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും
മാത്രമല്ല അവർക്ക് വേണ്ടി ആവിഷ്കരിക്കുന്ന ജീവിത രീതിയിൽ അവരുടെ കാലത്തിനും അവരുടെ ആവശ്യങ്ങൾക്കും അനുസൃതമായ ഒരു യുക്തി അതിനുള്ളിലുണ്ടാവും. ആ യുക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാ മനുഷ്യ ജീവിതത്തിലും ഉള്ളതുപോലെ തന്നെ ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഒക്കെ എല്ലാ ജീവിത രീതികളിലും തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവുമല്ലോ. അവരെ പാട്ടിന് വിടുക എന്നുള്ളതാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ തലമുറയിൽപ്പെട്ട ആളുകളുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് എടുക്കാവുന്നത് ഇതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ സാമൂഹ്യ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ ചെയ്തു വെച്ച പല കാര്യങ്ങളും അത് തിരുത്താൻ, അല്ലെങ്കിൽ സ്വാഭാവികമായി തിരുത്താൻ അവർ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേറെ ആൾ തിരുത്തുന്നില്ലെങ്കിൽ പോലും സ്വാഭാവികമായി മാറ്റം സംഭവിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ തോതിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കുട്ടികൾ അല്ലെങ്കിൽ ജൻസി എന്ന് പറയുന്ന തലമുറ വളരെ ശക്തമായിട്ട് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെയും സിസ്റ്റത്തെയും അനുദിനം വികസിപ്പിക്കുകയോ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്വാധീന ഫലമായി മുതിർന്നവരും പതുക്കെ മാറേണ്ടി വരും. നാളെ എന്തായാലും ആ മാറ്റം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ മാറ്റം എൻ്റെയൊക്കെ ബന്ധുക്കളിലും കുടുംബങ്ങളിലും ഒക്കെ ഇപ്പോൾ ധാരാളം കാണുന്നു. 10, 22, 23 വയസ്സൊക്കെ ആയ കുട്ടികൾ മുതിർന്നവരുടെ പല നിലക്കുള്ള കാർക്കശ്യങ്ങളെയും നിർബന്ധ ബുദ്ധിയെയും പതുക്കെ മാറ്റുന്നതും പലപ്പോഴും ഇഷ്ടത്തോടെ, ചിലപ്പോഴൊക്കെ അത്ര ഇഷ്ടമില്ലാണ്ട് അതിന് ഇവർ വിധേയരാവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. ആ അർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മളെക്കാൾ പ്രാക്ടിക്കലാണ് അവരുടെ ഒരു തലമുറ എന്ന് തോന്നുന്നു. അവർ പലപ്പോഴും കാര്യങ്ങളുണ്ടല്ലോ പ്രായോഗിക എന്താണ് എന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നോക്കി കാണുന്നത് രസമാണ്. കാരണം ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും കടന്നു വന്ന അങ്ങേയറ്റത്തെ ഭൗതിക മാറ്റങ്ങളുടെ നിരന്തരമായ പകർച്ചകളെ ഇവരനുഭവിച്ചിട്ടില്ല. ഇപ്പം ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ ആദ്യമായി കരണ്ട് വരുന്നത്. അതുവരെ നമ്മൾ മഷിക്കുപ്പിയിൽ പിന്നെ മണ്ണെണ്ണ നിറച്ചിട്ടുള്ള വിളക്ക് മേശപ്പുറത്ത് വെച്ചിട്ടാണ് പഠിച്ചിരുന്നതൊക്കെ. മാത്രമല്ല 7ാം ക്ലാസ് വരെ എൻ്റെയൊക്കെ ജീവിതത്തിൽ, മുജീബിനും അങ്ങനെ ആയിരിക്കും ഞാൻ കരുതുന്നത്, എൻ്റെ മനസ്സിൽ ഇന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മിച്ചെടുക്കാനാവുന്ന മണം എന്ന് പറയുന്നത് മുടി കത്തുന്ന മണമാണ്. കാരണം നമ്മൾ ഈ മേശയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഉറക്കം വരുമ്പോൾ അറിയാതെ തല താഴ്ന്നു പോകുമ്പം പെട്ടെന്ന് മുടി കത്തും. അപ്പം ആ മണം കിട്ടുമ്പോൾ പെട്ടെന്ന് പിന്നെ ഇത് കെടുത്തിയിട്ട് അപ്പം അതിനൊരു പ്രത്യേക മണമുണ്ട്, മുടി കത്തുന്ന മണം. ഞാൻ 7ാം ക്ലാസ്സിന് ശേഷം ഒരിക്കൽ പോലും മുടി കത്തുന്ന മണം പിന്നെ അനുഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഫോണൊക്കെ വീട്ടിൽ വരുന്നത് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ്. അത് തന്നെ 2 അക്ഷര ഫോണ്, 2 അക്ക ഫോണായിരുന്നു. ഞങ്ങൾക്ക് ആദ്യത്തെ ഫോൺ 88 മറ്റോ ആയിരുന്നു, 88 86 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 അക്കമായി നമ്മുടെ ഫോൺ നമ്പർ. ഒരു പിന്നെ നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് വേണം സ്വന്തം നാട്ടിന് പുറത്ത് എവിടെയൊക്കെ വിളിക്കണമെങ്കിലും. ഇത് കഴിഞ്ഞ് STD ബൂത്തുകളിൽ പോയിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു കാലം വന്നു. ഇത് കഴിഞ്ഞ് പതുക്കെ ടെലിവിഷൻ്റെ വരവായി. ടെലിവിഷനൊക്കെ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ സമയത്ത് തന്നെ നഗരങ്ങളിൽ വന്നെങ്കിലും ബാക്കിയുള്ളിടത്തൊക്കെ വരുന്നത് പിന്നെ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. അത് തന്നെ ദൂരദർശൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആദ്യം നമ്മൾ കണ്ടിരുന്നത്, അത് മാത്രമാണ്. അതിനുശേഷം പിന്നെ ടെലിവിഷന് ശേഷം പിന്നെ വരുന്നത് നമ്മൾ കുറച്ചും കൂടി സ്മാർട്ട് ഫോണിന് മുമ്പ് മോട്ടോറോളയുടെ ഫോണ്, അതിന് മുമ്പ് പേജറിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്മാർട്ട് ഫോണുകൾ വരുന്നു, ഇൻ്റർനെറ്റ് വരുന്നു. ഇങ്ങനെ നിരന്തരമായ മാറ്റങ്ങളുടെ പകർച്ചയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ചു വളരുന്നത് തന്നെ ഇതിനകത്തേക്കാണ്. ലോകത്തോളം അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉപകരണത്തിൻ്റെ സാന്നിധ്യവുമായിട്ടാണ് അവർ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് അവർ രൂപപ്പെടുത്തുന്നത്. നമ്മൾ വളർന്നു വന്ന കാലത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ രൂപപ്പെടുത്തിയത്. അത് അവർ അംഗീകരിക്കണമെന്നോ ഉൾക്കൊള്ളണമെന്നോ വാശി പിടിക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു തലമുറയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ശരിയായ മാർഗം. മാത്രമല്ല ഇതിൻ്റെ വേറെ ഒരു ഗുണപരമായ മറ്റൊരു വശം, പഴയ എഴുത്തുകാരും കവികളിലും ഒക്കെ ചിലർ ഈ കാലത്ത് കൂടുതൽ പ്രചാരം നേടുന്നതും ജനപ്രിയത നേടുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2001 സെപ്റ്റംബർ 11 ശേഷം അമേരിക്കയിൽ ഏറ്റവും വിൽക്കപ്പെട്ട കവി ജലാലുദ്ദീൻ റൂമിയാണെന്നാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് ധാരാളം
എഴുത്തുകൾ, പിന്നെ വിശകലനങ്ങളൊക്കെ അമേരിക്കൻ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ അതിലെവിടെയോ ഞാൻ വായിച്ച ഒരു രസകരമായൊരു സംഗതി, ഒന്ന് തീർച്ചയായിട്ടും 9/11 പിന്നെ സെപ്റ്റംബർ 11 ഉണ്ടാക്കിയ ഒരു ആഘാതം, ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യന് മൈത്രിയോടെ ജീവിക്കുന്നതിനെക്കുറിച്ച്, സ്നേഹത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള റൂമിയുടെ ഒരു സൂഫി കാഴ്ചപ്പാടുകൾ, അത് ആവിഷ്കരിച്ച രീതിയൊക്കെ ഒരുപാട് ആളുകൾ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം. രണ്ടാമത് അതിനെക്കുറിച്ച് പറഞ്ഞൊരു നിരീക്ഷണം രസകരമായിട്ട് എനിക്ക് തോന്നിയത്, കാരണം ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ ഈ ജൻസിയെക്കുറിച്ച് ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തലമുറയുടെ പ്രത്യേകതകൾ, ഇൻ്റർനെറ്റൊക്കെ വന്നു കഴിഞ്ഞൊരു കാലമാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ പുസ്തകം മുഴുവൻ വായിക്കാണ്ട തന്നെ റൂമിയുടെ 1-2 വരികൾ പലപ്പോഴും ഒരാൾക്ക് ആവശ്യമുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള സകല സാരാംശത്തെയും ആറ്റിക്കുറുക്കി കൊടുക്കുന്നുണ്ടെന്നാണ്. അതായത് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ജലാലുദ്ദീൻ റൂമി ജൻസിയോട് സംവദിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പം നമ്മൾ ഈ കുട്ടികളിലൊക്കെ പലരുടെയും, പിന്നെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇവരുടെയൊക്കെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ പേരിന് താഴെ ഇവർ പലരും റൂമിയുടെ ഒരു വരിയോ 2 വരികളോ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ റിയൽ ലൈഫും തമ്മിലുള്ളൊരു അതുണ്ടാക്കുന്ന, നിങ്ങൾ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രതികൂലമായ അല്ലെങ്കിൽ എന്താ നെഗറ്റീവായ ചില സൈഡ് പോയി നമ്മളെ ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വരാം. കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ മാറ്റം, രാഷ്ട്രീയ രംഗത്ത് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയും ഈ ദ്രുത മാധ്യമങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ പലപ്പോഴും നെഗറ്റീവാണ്. അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വൈകുന്നേര ചർച്ചകൾ, ആ ചർച്ചകൾക്കകത്ത് ഈ ഉൾക്കായ്മില്ലായ്മ വളരെ പ്രകടമാണ്. അവിടെ ജയിച്ചു നിൽക്കുന്ന ആൾ, ജ്വലിച്ച് നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് ഇങ്ങനെ മറ്റുള്ള ആളുടെ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ലാതെ, അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ വേണ്ട വിധത്തിൽ ഹോംവർക്ക് ചെയ്യാതെ വന്നിട്ട് ബഹളം വെക്കുന്ന, മറ്റവനെ തർക്കിച്ച് തോൽപ്പിക്കുന്ന ആളാണ് അതിലെ ജേതാവ്. അപ്പം അയാളുടെ 1-2 വരി മാത്രമാണ് പിറ്റേന്ന് മറ്റു മാധ്യമങ്ങളോട് ആഘോഷിക്കപ്പെടുന്നത്. അപ്പം അത്തരത്തിലുള്ള നേതാക്കന്മാരാണ് പിന്നീട് നാളെ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നത്. ഇതുണ്ടാക്കുന്ന, അതായത് മറ്റു തരത്തിലുള്ള മറ്റൊരു സാമൂഹ്യ ബന്ധങ്ങളോ രാഷ്ട്രീയ ഉപദ്രവങ്ങളോ ഇല്ലാത്ത ആളുകൾ ഈ പുതിയ മാധ്യമങ്ങളുടെ സൃഷ്ടിയായി റിയൽ പൊളിറ്റിക്സിലൂടെ, അങ്ങനെ റിയൽ പൊളിറ്റിക്സ് എന്നൊരു വാക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ, അതിലൂടെ വന്നിട്ട് അതാകുന്നതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ധാരാളം പുഴുക്കുത്തുകൾ കാണാനിടയായി. അപ്പോൾ ഇതും കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ പൂർണ്ണമായി വിട്ടു എന്നതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. അപ്പം ആ ലേഖനത്തിൽ പറഞ്ഞ പോയിന്റുകളിൽ ഒന്ന് ഇതായിരുന്നു. ഇപ്പം ടെലിവിഷൻ എന്ന് പറയുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു ആങ്കർ വാർത്ത വായിക്കുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് പേരിരുന്ന് ചർച്ച ചെയ്യുന്നു. അവിടുന്ന് ഇപ്പോഴത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു ടെലിവിഷൻ സ്ക്രീൻ എന്ന് പറയുന്നത് സത്യത്തിലൊരു എൻസൈക്ലോപീഡിയ. നമുക്ക് ഒരു ഭാഗത്തൊരു ചർച്ച നടക്കുന്നുണ്ടാവും, താഴെ അന്നത്തെ ഈ വാണിജ്യ സംഭവങ്ങൾ സ്ക്രോളിൽ എഴുതി കാണിക്കുന്നുണ്ടാവും, നടന്ന വേറെ കുറേ കാര്യങ്ങൾ സ്ക്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതിൽ പലരുടെയും പ്രസ്താവനകൾ വരുന്നുണ്ടാവും. അപ്പോൾ ഒരേ സമയം തന്നെ ഒരാളിലേക്ക് വൈവിധ്യമാർന്ന, വൈരുദ്ധ്യം എന്ന് പോലും വൈരുദ്ധ്യാത്മകം എന്ന് പോലും പറയാവുന്ന വിവരങ്ങളുടെ ഒരു വലിയ ഒഴുക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മളിപ്പോൾ നിങ്ങൾ അന്തിച്ചർച്ചകളെക്കുറിച്ച് പറഞ്ഞപ്പം, നമ്മൾ ടെലിവിഷനിൽ ഈ സാധനം തുടങ്ങിയ സമയത്ത് NDTV ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ, വൈകുന്നേരം ഇത്തരം ചർച്ചകളിൽ വന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാണ്ഡിത്യം കൊണ്ടും രചന കൊണ്ടും സാന്നിധ്യം കൊണ്ടും അവരുടെ വ്യക്തിത്വത്തെ ജനങ്ങളിൽ ബോധ്യപ്പെടുത്തിയ ആളുകളായിരുന്നു ഈ ചർച്ചയിൽ വന്നിരുന്നത്, അല്ലേ? ഇപ്പം NDTVയിൽ വന്നിരുന്ന അന്നത്തെ വലിയ ചരിത്രകാരന്മാർ, വലിയ പത്രപ്രവർത്തകർ, വലിയ സോഷ്യോളജിസ്റ്റുകളൊക്കെയാണ് ആ വൈകുന്നേരങ്ങളിൽ ചർച്ചയ്ക്ക് വന്നിരുന്നത്. അത് കഴിഞ്ഞ് 25 വർഷത്തിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ അധപ്പതനം അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം അതേ കസേരകളിൽ ആരിയ്ക്കുന്നു എന്നുള്ളതും, അത്തരം ചർച്ചകൾ അന്ന് നയിച്ചിരുന്നവരും ഇന്ന് നയിച്ചിരുന്നവരും ആരാണെന്ന് നോക്കിയാൽ മതി. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ടെലിവിഷനിൽ ഈ ചർച്ചകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പുതിയ ഒരു വന്യമൃഗമുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ സാമൂഹ്യ നിരീക്ഷകൻ. ജീവിതത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടില്ലാത്ത, ജീവിതത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടില്ലാത്ത, അയാളുടേതായ ഒരു നിലക്കുള്ള സംഭാവനയും അർപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ
എല്ലാ ദിവസവും ആകാശത്തിന് താഴെയുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും, ഞാൻ പേരുകൾ പറയുന്നില്ല കാരണം അത്തരം ആളുകളെ പേരുകൾ പറഞ്ഞ് നമ്മൾ പിന്നെ എന്താ പറയുക ബഹുമാനിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആളുകളൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് പറയും, ട്രംപിനെ കുറിച്ച് പറയും, ആഗോള രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയും. എന്നാൽ ഇവർ ഒരു അക്ഷരം ജീവിതത്തിൽ എഴുതി. അപ്പം ഇത്തരം ഒരു അധപ്പതനം പൊതുവിൽ മാധ്യമങ്ങളിൽ സംഭവിച്ചു. അത് സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടിയിട്ട് ഈ എഡിറ്റർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പൂർണ്ണമായി അങ്ങ് എടുത്തു കളഞ്ഞോട് കൂടിയിട്ട് ആർക്കും എന്തും പറയാവുന്ന ഒരു സ്ഫിയറായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അതിനും മറ്റൊരു വശം കൂടിയുണ്ട്. മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ കാലത്ത് ഇപ്പോൾ ഇത് ഈ ചർച്ചകളൊക്കെ തുടങ്ങിയ കാലത്ത് ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 1-2 മാധ്യമങ്ങളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നില്ല. ഇത് വളരെ മാത്സര്യം നിറഞ്ഞ ഒരു വ്യവസായമാണ് ഇന്ന് കേരളത്തിലെ വിഷ്വൽ മീഡിയ മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റേറ്റിംഗ് കൂടിയെങ്കിൽ മാത്രം നിങ്ങൾക്ക് നാളെ പിടിച്ചെടുക്കാൻ പറ്റും. തീർച്ചയായും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള ഒരാളെയല്ല വേണ്ടത്, ബഹളം ഉണ്ടാക്കുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന, അതായത് മറ്റു മാധ്യമങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന അയാളുടെ ഗ്രാഹ്യം കൊണ്ടല്ല, അയാളുടെ താർക്കിക യുക്തികൾ കൊണ്ടും മറ്റും താർക്കിക യുക്തി പോലും അല്ല, അതെ അതെ, ശബ്ദ മലിനീകരണം എന്ന് പറയാം, ശബ്ദ മലിനീകരണമാണ്. പിന്നെ പലപ്പോഴും ഇതിൽ ഏറ്റവും വിജയിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുകയും ഏറ്റവും എന്താ പറയാ മര്യാദഘട്ട രൂപത്തിൽ അപ്പൊ അത് മൊത്തത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ സാറ് ഡംപിങ് ഡൗൺ എന്ന് പറയുന്ന ഒരു സാധനം സംസ്കാരത്തിന്റെ എല്ലാ തലങ്ങളിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഉത്തരവാദികൾ പുതിയ തലമുറയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് സത്യത്തിൽ പഴയ തലമുറ തന്നെയാണ്. ഇപ്പം 50 കഴിഞ്ഞവരാണ് ഈ പണിയായിട്ട് മിക്കവാറും ഇരിക്കുന്നത് ഇവർ മുഴുവൻ അവര് തന്നെയാണ്. അപ്പൊ ആ ഒരു ഇതിപ്പോ ഏകദേശം പാർട്ടികളൊക്കെ അക്സെപ്റ്റ് ചെയ്ത രൂപത്തിലാണ്. കാരണം അതിലെ മുതിർന്ന നേതാക്കൾ ആരും ഇപ്പം കാര്യമായി ചർച്ചയ്ക്ക് പോകുന്നില്ല. അതിന് പകരം ഈ ആൾക്കാർ, അതായത് ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്നും ഏറ്റവും നന്നായി മറ്റവനെ അടിക്കാൻ പറ്റുന്ന, അതിന് പറ്റിയ ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്ന ആളെ വിട്ടുകൊടുക്കുന്നത്. അതെ, മാത്രമല്ല അതില് സാധാരണഗതിയിൽ ഞാൻ പോകാറില്ല. സാധാരണഗതിയിൽ ഒരുവിധം എന്തെങ്കിലും നിലക്ക് ആത്മാഭിമാനമോ അവനവനോട് ബഹുമാനമോ ഉള്ള ഒരാൾ ഇപ്പോൾ ഇത്തരം പരിപാടികൾക്ക് പോകാറില്ല. അപ്പൊ അങ്ങനത്തെ അതൊരു വലിയ സീരിയസ് ആയിട്ടൊരു പ്രശ്നമാണ്. പക്ഷെ ഇത് ആളുകൾ വൈകുന്നേരങ്ങളിൽ കാണുന്നു, അവർക്ക് ഒരു വിവരവും കിട്ടുന്നില്ല, എന്നാൽ ഒരുപാട് കാലുഷ്യം കിട്ടുന്നുണ്ട്. അതായത് 1 മണിക്കൂർ നിങ്ങൾ കാണുന്ന അന്തിച്ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് പുതിയ കാലുഷ്യങ്ങളാണ്. അല്ലാണ്ട് എന്തെങ്കിലും ഒരു പുതിയ കാഴ്ചപ്പാടോ ഒരു വിശകലന രീതിയോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും നിലക്ക് പുതിയൊരു ഒരു ആശയം നിങ്ങൾക്ക് കിട്ടുന്നില്ല. കിട്ടുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയക്തികമോ മതപരമോ വർഗീയമോ ജാതീയമോ ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടം പുതിയ കാലുഷ്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ കൂടുതൽ നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം. പക്ഷെ അക്കാര്യത്തിൽ ഈ പുതുതലമുറ നിഷ്കളങ്കരാണ്. അവരത് കാണാനൊന്നിരിക്കുന്നില്ല. അത് നമ്മുടെ തലമുറയാണ്. ഒരു കാര്യം കൂടിയല്ല, എനിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ തുടർച്ച തന്നെയാണ്. അതായത് ഇപ്പൊ ഡൽഹിയിൽ നടന്ന സമരത്തിൽ മെയിൻ സ്ട്രീം മീഡിയകളെ കൈകാര്യം ചെയ്ത രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുഴലൊത്തുകാരാണ്, ഞങ്ങൾക്ക് അറിയാവുന്ന വളരെ കൃത്യമായ ഒരു ബോധ്യം അവർക്കുണ്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ്. വേറൊരു കാര്യം എനിക്ക് ചേർത്ത് പറയാനുള്ള കാര്യം, അപ്പം പഴയ തലമുറയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മിക്കവാറും ഫേസ്ബുക്ക് എന്ന് പറയാം. ഈ ഫേസ്ബുക്കിന്റെ പ്രതികരണ രീതി, അതിന് വരുന്ന കമന്റ്സും അതേ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കമന്റ്സും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് രണ്ടും ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ ആണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ 1.5 പതിറ്റാണ്ടിനിടയിൽ ഇത്രയേറെ വർഗീയ കാലുഷ്യം ഉണ്ടാക്കുന്നതിലും ധ്രുവീകരണം ഉണ്ടാക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചത് ഒന്ന് ഫേസ്ബുക്ക് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും. പക്ഷെ ആ രീതിയല്ല പുതിയ തലമുറ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമിലുള്ളത്. അതിൻ്റെ നിർമ്മാണ ശൈലിയും അതിൻ്റെ ഒരു രീതിയും അങ്ങനെയല്ല. കാരണം ഈ കൂടുതൽ സാമൂഹ്യ രാഷ്ട്രീയ വിശകലനമൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് ഫേസ്ബുക്ക് എങ്കിൽ മറ്റേത് കുറച്ചും കൂടി ദൃശ്യപ്രാധാന്യമുള്ള കുട്ടികളുടെ ഒരു രീതി അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് രണ്ട് സംസ്കാരം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മുതിർന്നവർ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളുടെ സംവേദന രീതിയിൽ തന്നെ ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ കാലുഷ്യങ്ങൾ പ്രസരിപ്പിക്കാവുന്ന ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല അക്കാര്യത്തിൽ ഈ പുതിയ തലമുറയെ വയസ്സന്മാർ അനുകരിക്കുകയാണ് വേണ്ടതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെ റിസ്ട്രിക്റ്റ് ചെയ്യുന്ന സാധനങ്ങളിൽ അവർക്ക് താല്പര്യമില്ല. അവരെ
ചക്രവാളത്തോളം തുറന്നു വിടുന്ന കാര്യങ്ങളിലേക്കാണ് അവർ ആകർഷിതരാകുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാനിപ്പം ഇത് വിടുന്നത് വരെ ഫേസ്ബുക്ക് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത്. വേറെ ഒന്നിലും ഞാൻ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മുജീബ് ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ അതിനുള്ള മറുപടി മുജീബിൻ എന്ത് പറഞ്ഞോ അതിനുള്ള മറുപടിയല്ല, ചാപ്പ കുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. തെറി വിളിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. അപ്പം മാത്രമല്ല ഇത് മുഴുവൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വിട്ടതിനെ കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ രതി, ആത്മരതി, ഹതാശരതി, പലവിധ കാലുഷ്യങ്ങൾ, ഇത് നാലുമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഫേസ്ബുക്ക് ലോകത്തിന് നമ്മൾ ഈ 4 വാക്കുകളിലേക്ക് കുറക്കാൻ പറ്റും. ഒന്ന്, കുറേ ആൾക്കാർ അവനവൻ്റെ പടം ഇട്ടുകൊണ്ടിരിക്കുന്നു, പിന്നെ അവനവനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ ആത്മശ്ലാഘ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ രതിയുമായിട്ട് പല നിലക്ക് ആളുകളെ ആകർഷിക്കുകയോ പിന്നെ വികർഷണം ഉണ്ടാക്കുകയോ പല നിലക്കുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹതാശരതി, അവനവന് നടക്കാത്തതിൻ്റെ പേരിലുള്ള കുറേ കാലുഷ്യങ്ങൾ. പിന്നെ മതം, രാഷ്ട്രീയം, ജാതി ഒക്കെ പറയണമെന്ന് തോന്നുന്നു. അതായത് ഈ സോഷ്യൽ മീഡിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നതുണ്ടല്ലോ, ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ഏതായിരുന്നാലും സോഷ്യൽ മീഡിയ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയെ നയിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡ്രൈവ് ചെയ്യുന്ന താല്പര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം. അത് സാമ്പത്തിക താല്പര്യമാണ്, അതൊരു ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അൽഗോരിതങ്ങൾ, ഇതെത്രമാത്രം ഒരു സാമൂഹ്യ പരിവർത്തനമോ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും പോസിറ്റീവായ മാറ്റങ്ങളോ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? അല്ല, തീർച്ചയായിട്ടും നമ്മളിത് തുടങ്ങിയ സമയത്ത് ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ചോ അൽഗോരിതത്തിനെ കുറിച്ചോ ഒന്നും അറിയാത്ത സാമൂഹ്യശാസ്ത്ര പണ്ഡിതന്മാർ മുഴുവൻ അന്ന് പറഞ്ഞത്, ഇത് ലോകത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ആശയവിനിമയ രംഗത്ത് വലിയ വിപ്ലവകരമായ ജനാധിപത്യവൽക്കരണം ഉണ്ടാക്കും. കാരണം ആരുടെയും നിയന്ത്രണമോ അധികാരമോ ഇല്ലാതെ മനുഷ്യർ അവരുടെ കാര്യങ്ങൾ പരസ്പരം വിനിമയം ചെയ്യുകയും അതുവഴി ലോകത്ത് നിർബാധം ജനാധിപത്യപരമായ ആശയവിനിമയം നടത്തുന്ന ഒരു പുതിയ സാംസ്കാരിക അന്തരീക്ഷം സംജാതമാവും എന്നായിരുന്നു പ്രതീക്ഷ. ഈ പറഞ്ഞവർക്ക് ആർക്കും ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം കുറച്ചും കൂടി ഇക്കാര്യത്തിലൊരു അവബോധം വന്നിട്ടുണ്ട്. കാരണം ഇതൊന്നും അത്ര നിഷ്കളങ്കമായി നടക്കുന്ന കാര്യങ്ങളല്ലെന്നും നമ്മൾ പറയുന്നത് എത്ര പേര് കേൾക്കണമെന്ന് കൃത്യമായി നിശ്ചയിക്കുന്ന ഒരു അൽഗോരിതവും ആ അൽഗോരിതത്തിന് പിന്നിൽ നിന്നുകൊണ്ട് കരുക്കൾ നീക്കുന്ന വാണിജ്യ താല്പര്യങ്ങളും ഉണ്ടെന്നും ആ വാണിജ്യ താല്പര്യങ്ങൾ ആഗോളതലത്തിൽ തന്നെ മേധാവിത്വം പുലർത്തുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു അവബോധമുണ്ട്. പക്ഷെ അവബോധം കൊണ്ട് വേറെ നിലക്ക് അത് പ്രാവർത്തികമായിട്ട് വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ആ അർത്ഥത്തിൽ സോഷ്യൽ മീഡിയ വന്നത് മുതൽക്ക് ഇതുവരെയുള്ളൊരു സംഭവം നോക്കുമ്പോൾ ഞാൻ പൊതുവെ കാണുന്നത് ഇതുകൊണ്ട് ഗുണപരമായ വലിയ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും മനുഷ്യരെ മുഴുവൻ കൂടുതൽ ധ്രുവീകരണത്തിലേക്കും കാലുഷ്യത്തിലേക്കും നയിക്കാനുള്ള പല നിലക്കുള്ള സംഗതികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ആദ്യകാലത്തൊക്കെ ഇതിനെപ്പറ്റി എഴുതപ്പെട്ട ലേഖനങ്ങൾ പലതും ഈ പിന്നെ അറിവ് കേൾക്കുന്നവന്റെ ചെവിയിൽ മറ്റേ ഉരുക്കി വയ്ക്കണം എന്ന് പറയുന്ന കാലത്ത് നിന്നും അറിവിന്റെ ജനാധിപത്യവൽക്കരണത്തിൽ അതെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം മലയാളം സാമൂഹിക മാധ്യമങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് തെറിയുടെ ജനാധിപത്യവൽക്കരണം. അതുവരെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഈ തെറിയുടെ ജനാധിപത്യവൽക്കരണം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുപോലെ തെറി വിളിക്കുന്ന ഒരു സാധനം ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അപ്പം ഈ കാലുഷ്യങ്ങളുടെയും തെറിയുടെയും ജനാധിപത്യവൽക്കരണമാണ് കാര്യമായിട്ട് നമ്മൾ ഈ സാധനത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ പുതിയ തലമുറയെ കുറിച്ചാണ് കൂടുതലായി സംസാരിച്ചിട്ടുള്ളത്. ഇവരുടെ ഒരു ഭാവി എന്ന് പറഞ്ഞാൽ ഒരു 10-50 വർഷത്തിന് ശേഷം ഈ തലമുറ നമ്മുടെ ഈ കേരളത്തിലും ദേശീയ തലത്തിലും ആഗോളതലത്തിലും ഒക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കുക? അപ്പോൾ അവർ മുതിർന്നവരായി മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് വിഭാവന ചെയ്യാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും? അല്ല, ഒന്ന് നമ്മൾ ഇപ്പോഴത്തെ പ്രവണതകൾ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ ഉണ്ടായിരുന്ന ചില ദ്വന്ദ്ങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു എത്നിക് ഐഡൻറ്റിറ്റി വേഴ്സസ് ഗ്ലോബൽ
റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി, ലോക്കൽ ഗ്ലോബൽ. ലോക്കൽ ഗ്ലോബൽ. ഉം. അപ്പം അത് പൂർണ്ണാർത്ഥത്തിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ നമ്മുടെ കുട്ടികളെ നോക്കുമ്പോൾ തന്നെ നമുക്കത് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അവരൊരു ഭാഗത്ത് വളരെ പിന്നെ കോഴിക്കോട്ടത്തെ നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും ആ നിലക്ക് ഒരു സ്വകീയമായ മലയാളി, മാപ്പിള, മലബാർ, മധ്യ തിരുവിതാംകൂർ ആ ഒരു സ്വത്വത്തിനുള്ളിൽ തന്നെ അതിൻ്റെ രുചിഭേദങ്ങളും അതിൻ്റെ ജീവിത രീതികളും വസ്ത്രധാരണ രീതികളും ഒക്കെ ഒരു ഭാഗത്ത് അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കുമ്പോൾ തന്നെ അവരതേ സമയത്ത് അവരുടെ ഒരു കണ്ണ് ലോകത്തോട് തുറന്നിരിക്കുന്നതും കൂടിയാണ്. അപ്പം അത് വളരെ പ്രധാനമാണ്. അപ്പം ഈ ഗ്ലോക്കൽ എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അത് വേറൊരു അർത്ഥത്തിലാണ് അന്ന് അത് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പം അത് കുറച്ചും കൂടെ നമ്മൾ ഈ കുട്ടികൾ ഇപ്പോഴത്തെ ഒരു 20, 25, 26 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഒരേ സമയത്ത് കേരളത്തിലും അതേ സമയത്ത് ലോകത്തോളം വളർന്നു ജീവിക്കുന്നവരാണ്. നമ്മൾക്കൊന്നും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് പതുക്കെ 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 ലോകത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ ഒരേ സമയത്ത് രണ്ടിലുമാണെന്നുള്ളതാണ് ഒന്ന്. പിന്നെ രണ്ടാമത് ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ ഭാവി അവരുടേതാണ്, നമ്മുടേതല്ല. അത് അവർ നിശ്ചയിക്കുന്നതാണ്. അവർ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും അവർക്ക് അവരുടേതായ രീതിയിൽ അവരത് ചെയ്യും. എല്ലാ തലമുറകളും അത് ചെയ്തിട്ടുണ്ട്. ഇവർ മാത്രം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. അവർക്ക് അവരുടെ അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ പ്രക്ഷോഭത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ താല്പര്യങ്ങളുടെയും തുടക്കം സ്വന്തം താല്പര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രക്ഷോഭങ്ങൾക്ക്, ചില നീക്കങ്ങൾക്ക് ഒക്കെ ആദ്യം കാരണമാകുന്ന അവനവനെ കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള തോന്നലുകളും ധാരണകളും തന്നെ ആയിരിക്കും. അത് പതുക്കെ പതുക്കെ വികസിക്കുകയും അവനവൻ്റെ താല്പര്യത്തിനോട് മറ്റുള്ളവരുടെ ബാക്കി ലോകത്തിൻ്റെ താല്പര്യങ്ങളെയും കൂടി ഇണക്കി ചേർക്കുന്ന നിലക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവരെല്ലാവരുമല്ല, അതിലൊരു വിഭാഗമെങ്കിലും വളരും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. കാരണം അങ്ങനെ തന്നെയാണ് മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? അപ്പം ആ നിലക്ക് മൂന്നാമത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ, എൻ്റെ ഒരു തോന്നൽ, അത് ശരിയാവുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള മതത്തിൻ്റെയും ജാതിയുടെയും വംശത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒക്കെ പേരിലുള്ള അന്ധമായ കാലുഷ്യങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ അവരിൽ കുറയുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്.